നമസ്കാരം. ലോകത്തെ ഏറ്റവും വലിയ ചരക്കുകപ്പലായ MSC ഐറിന വിഴിഞ്ഞം തുറമുഖത്തെത്തിയിരിക്കുന്നു. 8 മണിയോടെയാണ് കപ്പൽ ഭീമന്റെ ബർത്തിങ് നടന്നത്. വാട്ടർ സല്യൂട്ടേകി MSC ഐറിനെ സ്വീകരിച്ചു. MSC ഐറിനയുടെ ക്യാപ്റ്റൻ തൃശൂർ പുറനാട്ടുകര സ്വദേശി ക്യാപ്റ്റൻ വില്ലി ആന്റണിയാണ്. കണ്ണൂർ സ്വദേശിയായ അഭിനന്ദും കപ്പലിലുണ്ട്. MSC ഐറിന എത്തുന്ന രാജ്യത്തെ ആദ്യ തുറമുഖമാണ് വിഴിഞ്ഞം. ചൈന, കൊറിയ, സിംഗപ്പൂർ വഴിയാണ് കപ്പൽ വിഴിഞ്ഞത്തേക്ക് വരുന്നത്. 29 വർഷത്തെ മറൈൻ പരിചയമുള്ള ഇദ്ദേഹം ഇതുവരെ 120 രാജ്യങ്ങൾ സന്ദർശിച്ചു. ലോകത്തിലെ തന്നെ വമ്പൻ കപ്പലുമായി വിഴിഞ്ഞത്ത് എത്താൻ കഴിയുന്നതിൽ സന്തോഷമുണ്ടെന്ന് ക്യാപ്റ്റൻ പറഞ്ഞു. നീണ്ട 6 ദിവസം വിഴിഞ്ഞം പുറം കടലിൽ കാത്തുനിന്ന ശേഷം ഇന്നാണ് കപ്പലിന് ബർത്തിങ് അനുമതിയായത്. ജൂൺ 3 രാത്രി 7 മണിയോടെയാണ് കപ്പൽ വിഴിഞ്ഞം പുറം കടലിൽ എത്തിയത്. 2 ദിവസത്തോളം ചരക്ക് നീക്കവുമായി ബന്ധപ്പെട്ട് കപ്പൽ ഇവിടെയുണ്ടാകും. 4000-ഓളം കണ്ടെയ്നറുകൾ വിഴിഞ്ഞത്തിറക്കിയ ശേഷം ഏതാനും കണ്ടെയ്നറുകളുമായി കപ്പൽ മടങ്ങും. ഫീഡർ കപ്പലിൽ നിന്ന് തുറമുഖത്ത് കണ്ടെയ്നർ നീക്കം നടന്നതിനാലാണ് 6 ദിവസങ്ങളോളം MSC ഐറിനയ്ക്ക് പുറം കടലിൽ കാത്തുകിടക്കേണ്ടി വന്നത്. ഐറിനയെ കൂടാതെ 49 കപ്പലുകളാണ് ഈ മാസം ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഫിഫ അംഗീകാരമുള്ള 4 ഫുട്ബോൾ സ്റ്റേഡിയത്തേക്കാൾ വലിപ്പമുണ്ട് ഈ കപ്പലിന്. 24,346 TEU, അതായത് 20 ഫുട്ട് ഇക്വലന്റ് യൂണിറ്റ്, 20 അടി നീളമുള്ള കണ്ടെയ്നറിനെയാണ് ഒരു TEU ആയി കണക്കാക്കുന്നത്. 24,346 TEU വഹിക്കാൻ കഴിയും. 399.9 മീറ്റർ നീളവും 61.3 മീറ്റർ വീതിയുമുണ്ട്. 2023 ഐറിന പ്രവർത്തനം ആരംഭിച്ചത്. 22 നില കെട്ടിടത്തിന്റെ വലുപ്പം. 24,000 മീറ്റർ ഡെക്ക ഏരിയയുള്ള കപ്പലിൽ 24,346 TEU കണ്ടെയ്നറുകളെ വഹിക്കാനാകും എന്നത് പ്രത്യേകത. ഒരു വരിയിൽ തന്നെ 25 കണ്ടെയ്നറുകൾ വയ്ക്കാം. 2023 നിർമ്മിച്ച കപ്പലിൽ തന്നെ 35 ജീവനക്കാരുണ്ട്. സിംഗപ്പൂരിൽ നിന്ന് യാത്ര തിരിച്ച് ചൈനയിലും കൊറിയയിലും പോയി സിംഗപ്പൂരിൽ തിരികെ എത്തിയ ശേഷമാണ് വിഴിഞ്ഞത്തേക്ക് തിരിച്ചത്. ഇന്ത്യയുടെ സമുദ്ര വ്യാപാര ചരിത്രത്തിലെ നാഴികക്കല്ല് കുറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ കപ്പലായ MSC ഐറിന വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്ത് നങ്കൂരമിട്ടത് അഭിമാന നിമിഷം തന്നെയാണ്. ഇതാദ്യമായാണ് ഇത്രയും വലിയൊരു കണ്ടെയ്നർ കപ്പൽ ഒരു ഇന്ത്യൻ തുറമുഖത്ത് എത്തുന്നത് എന്നതുകൂടി ഒരു പ്രത്യേകതയാണ്. ഈ നേട്ടത്തോടെ വിഴിഞ്ഞം ആഗോള കപ്പൽ ഗതാഗത ഭൂപടത്തിൽ തന്ത്രപ്രധാനമായ സ്ഥാനം ഉറപ്പിച്ചു. കപ്പലിനെ വാട്ടർ സല്യൂട്ട് നൽകിയാണ് സ്വീകരിച്ചത്. കപ്പലിലുള്ള 16,000 കണ്ടെയ്നറുകളിൽ 3,000 എണ്ണം വിഴിഞ്ഞത്ത് ഇറക്കും. അദാനി പോർട്ട് ആൻഡ് സെസ് ലിമിറ്റഡ് പ്രവർത്തിപ്പിക്കുന്ന വിഴിഞ്ഞം ഇന്ത്യയിലെ ആദ്യത്തെ മെഗാ ട്രാൻസ്ഷിപ്മെന്റ് കണ്ടെയ്നർ ടെർമിനലാണ്. യൂറോപ്പ്, പേർഷ്യൻ ഗൾഫ്, തെക്കുകിഴക്കൻ ഏഷ്യ, ഫാർ ഈസ്റ്റ് എന്നിവിടങ്ങളിലെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും തിരക്കേറിയ കിഴക്ക് പടിഞ്ഞാറ് കപ്പൽ പാതയിൽ നിന്ന് വെറും 10 നോട്ടിക്കൽ മൈൽ മാത്രം അകലെയാണ് വിഴിഞ്ഞത്തിന്റെ സ്ഥാനം. ഈ തന്ത്രപ്രധാനമായ സ്ഥാനമാണ് മറ്റ് ഇന്ത്യൻ തുറമുഖങ്ങളെ അപേക്ഷിച്ച് വിഴിഞ്ഞത്തിന് മുൻതൂക്കം നൽകുന്നത്. അൾട്രാ ലാർജ് കണ്ടെയ്നർ വെസലുകളെ കൈകാര്യം ചെയ്യാനുള്ള വിഴിഞ്ഞത്തിന്റെ കാര്യശേഷിയിലുള്ള വർദ്ധിച്ചുവരുന്ന ആത്മവിശ്വാസമാണ് ഐറിനയുടെ വരവ് സൂചിപ്പിക്കുന്നത്. കൊളംബോ, സിംഗപ്പൂർ, ദുബായ് തുടങ്ങിയ പ്രധാന ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകളുമായി മത്സരിക്കാനുള്ള ഇന്ത്യയുടെ കവാടമായി വിഴിഞ്ഞം മാറുമെന്ന് തന്നെയാണ് ഇതോടെ എല്ലാവർക്കും പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഒരു ശുഭവാർത്ത.